അൻവർ കീഴടങ്ങിയിട്ടില്ലല്ലോ. കീഴടങ്ങാത്ത അൻവറിനെ നമ്മൾ മിഡ് എഡിറ്റേഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ തത്സമയം കേട്ടുകൊണ്ടാണല്ലോ ചർച്ചയിലേക്ക് വന്നത് തന്നെ. അൻവർ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അൻവർ എരിഞ്ഞില്ലാതായാലും വേണ്ടില്ല, സതീശനിസം ഇല്ലാതാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് എന്നാണ് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് പിണറായിസത്തിനെതിരായ പോരാട്ടം സതീശനിസത്തിനെതിരെയാക്കി മാറ്റിയിരിക്കുകയാണ് അൻവർ. രണ്ടും ഒന്നാണ്. അതായത് സതീശനും പിണറായി രണ്ടും പൊളിറ്റിക്കൽ നെക്സസ് എന്ന് മാത്രമല്ലല്ലോ, രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. കേരളത്തിലില്ല എന്ന് പറയുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്താണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എക്സ്പോസ് ചെയ്യുകയാണ് സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു ബന്ധം. അത് സ്ഥാപിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അൻവർ വിളിച്ചു പറയാൻ പോകുന്നത്. നാളെ ബാക്കി പറയാമെന്നൊക്കെ പറഞ്ഞാണ് അൻവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. അത് വി ഡി സതീശനെതിരെ തന്നെയാണ്. കറിവേപ്പില പോലെ കളഞ്ഞു എന്നുള്ള വാചകമാണ്. കറിവേപ്പില എടുത്ത് കളയുന്നത് എപ്പോഴാണ്? കറി ഉണ്ടാക്കി കറിക്ക് രുചി പകരാനായി നല്ലതുപോലെ താളിച്ചിടാൻ, അതായത് പിണറായി വിജയനെതിരായ താളിപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പതുക്കെ ആ കറിവേപ്പില എടുത്ത് പ്ലേറ്റിന് പുറത്തേക്ക് അങ്ങ് എടുത്തു വെച്ചു സതീശൻ. അപ്പോൾ ആ താളിക്കൽ കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയെ നോക്കിയാണ് മുഖ്യമന്ത്രി ഇന്ന് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അത് നിലമ്പൂരിലെ ജനങ്ങളും കാണുന്നുണ്ട്.